ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം. എനിക്കായൊരുത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്ന താൻ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും. എൻ്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിട. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. പരിശുദ്ധനാകുന്ന ദൈവത്തിന് ഈ പ്രഭാതത്തിൽ വീണ്ടും മഹത്വവും ബഹുമാനവും സ്തുതിയും അർപ്പിക്കുന്നു. തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി കഴിഞ്ഞ നാളുകളിൽ എന്നെ കേട്ടതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ 50 സന്ദേശങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണ് നമുക്ക് കർത്താവിൽ ശരണപ്പെട്ട് പഠിക്കാനായിട്ട് ഇടയായത്. ഇന്നു മുതൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അഥവാ മനുഷ്യനായ കർത്താവായ യേശുക്രിസ്തു എന്ന വിഷയം പഠിക്കാനായിട്ട് നാം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കണമേ എന്ന് കർത്താവിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വീണ്ടും ഈ വചനം പഠിക്കാനായിട്ടൊരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം പഠിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗമായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു താൻ മനുഷ്യനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. മനുഷ്യനായ ഞാൻ എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു യെരുശലേമിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ തന്നെ അംഗീകരിച്ച ഒരു കൂട്ടം യഹൂദന്മാരും തന്നെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം യഹൂദന്മാരും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. തന്നെ അംഗീകരിച്ചതായിരിക്കുന്ന യഹൂദന്മാരോട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുന്നു, സത്യം നിങ്ങൾ അറിയണം, സത്യത്താൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞ വാക്യമാണ്, മനുഷ്യനായിരിക്കുന്ന എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു എന്നുള്ളത്. അതായത് കർത്താവായ യേശുവിൻ്റെ പരസ്യവേലയുടെ ആരംഭകാലം മുതൽ യഹൂദന്മാർ പലപ്പോഴും കർത്താവിനെ പരസ്യമായിട്ട് കൊല്ലുവാനും പിടിക്കുവാനും മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഉന്മൂലനം ചെയ്യുവാനും അവർ ആഗ്രഹിച്ചു. ആ സമയത്ത് കർത്താവ് പറയുകയാണ്, മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുകയല്ലേ. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ വ്യക്തമായിട്ട് താൻ പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്. മനുഷ്യനാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്കാണ്, ഞാൻ മനുഷ്യപുത്രനാണ്. ഈ പ്രഭാതത്തിൽ കർത്താവ് മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അവിടുന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ താൻ മനുഷ്യനാണെന്നും മനുഷ്യപുത്രനാണെന്നും വ്യക്തമായിട്ട് പ്രസ്താവിച്ചു. അവിടുന്ന് മനുഷ്യനായിട്ട് വിളങ്ങി എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു. വിളങ്ങി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തിളങ്ങി, ശോഭിക്കുക, ഷൈൻ എന്നുള്ളതായിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് നമുക്ക്
തിരുവചനത്തിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. കർത്താവായ യേശു മനുഷ്യനായി തിളങ്ങിയവനാണ്. അഥവാ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ഏതെല്ലാം നിലയിൽ ജീവിക്കുമോ ആ എല്ലാ അവസ്ഥയിലും കൂടി കർത്താവ് കടന്നുപോയി മനുഷ്യനായിട്ട് അവിടുന്ന് ഈ ലോകത്തിൽ തിളങ്ങി. എബ്രായ ലേഖന കർത്താവ് 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി അവിടുന്ന് പരീക്ഷിക്കപ്പെട്ടു. അതെ, കർത്താവായ യേശു ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് തിളങ്ങി. പാപം ഒഴികെ, പാപം കൂടാതെ നമ്മളെല്ലാവരും പാപത്തിൽ ജീവിക്കുന്നവരും പാപം നോക്കുന്നവരും പാപം പ്രവർത്തിക്കുന്നവരും പാപത്തിൻ്റെതായിരിക്കുന്ന അംശം നമ്മുടെ മരണം വരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അനുഗമിക്കുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവായ യേശു നമ്മെപ്പോലെയല്ല. അവിടുന്ന് പാപം കൂടാതെ ലോകത്ത് ജനിച്ചു, പാപം കൂടാതെ ജീവിച്ചു. പാപം ഒഴികെ താൻ പാപം ചെയ്തിട്ടില്ല, തനിക്ക് പാപം ചെയ്യാനായിട്ട് കഴിയുകയുമില്ല. ആ രീതിയിൽ പാപം ഒഴികെ സമ്പൂർണ്ണ മനുഷ്യനായിട്ട് അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ചു എന്നാണ് എബ്രായ ലേഖന കർത്താവ് വിശദമാക്കുന്നത്. അവിടുന്ന് മനുഷ്യനാണെന്ന് സ്വയം അവകാശപ്പെട്ടപ്പോൾ തന്നെ അവിടത്തെ കണ്ടവർ, തൊട്ടവർ, കേട്ടവർ അവിടുന്ന് മനുഷ്യനായിരുന്നു എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യനാണെന്ന് അവിടുന്ന് അവകാശപ്പെട്ടു. അതോടൊപ്പം തന്നെ തിരുവചനത്തിൽ പല ഭാഗത്തായിട്ട് പല വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് മനുഷ്യരുടെ സാക്ഷ്യം: യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്, മനുഷ്യനായി തിളങ്ങിയവനാണെന്നുള്ളതിൻ്റെ സാക്ഷ്യം മനുഷ്യരുടെ വായിൽ നിന്നും കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒന്നാമതായി, പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സൗഖ്യം നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ മനുഷ്യന് സൗഖ്യം നൽകുമ്പോൾ, അതായത് ആ മനുഷ്യനെ യേശു കർത്താവ് നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് കണ്ണിൽ പൂശി അവനെ സൗഖ്യമാക്കിയ ശേഷം ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു, ആ മനുഷ്യൻ ആരാണ് എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിന് പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞതായിരിക്കുന്ന വാചകമാണ്: യേശു എന്ന് പേരുള്ള മനുഷ്യൻ എന്നെ സൗഖ്യമാക്കി എന്നാണ്. യേശു എന്ന പേരുള്ള മനുഷ്യൻ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 2, ശമരിയാക്കാരിത്തിയായ സ്ത്രീ. ശമരിയ സ്ത്രീ തൻ്റെ വംശത്തിൽ പോയിട്ട് തന്നോട് സംസാരിച്ച് തന്നോട് ഇടപെട്ടതായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 4:29. എന്നോട് സംസാരിച്ച മനുഷ്യനെ വന്നു കാണുക. 3, പീലാത്തോസ് കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിച്ച് ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്ത റോമൻ ഭരണാധികാരിയായിരിക്കുന്ന പൊന്തിയോസ് പീലാത്തോസ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു: ആ മനുഷ്യൻ ഇതാ, നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരിക്കുന്ന ആ മനുഷ്യൻ ഇതാ അടികൾ കൊണ്ട് തകർന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു. ആ മനുഷ്യൻ ഇതാ എന്നാണ് പറഞ്ഞത്. ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സ്വയം മനുഷ്യനാണെന്ന് അവകാശപ്പെട്ടു. മാത്രമല്ല, തന്നോട് വ്യക്തിപരമായി ഇടപെട്ടവർ യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണെന്നുള്ള സാക്ഷ്യം നൽകി. ഈ പ്രഭാതത്തിൽ കർത്താവായിരിക്കുന്ന യേശു മനുഷ്യനാണെന്നുള്ള വിഷയത്തിൻ്റെ ആരംഭ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്തിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങൾ ഈ വിഷയം കൂടുതലായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.